തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് കമൽ ഹാസൻ. അദ്ദേഹത്തിന്റെ അഭിനയത്തിലെ പ്രതിഭ മനസ്സിലാക്കിയതോടെയാണ് ഉലകനായകൻ എന്ന പേര് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ആ പേരിലൂടെ വിളിക്കരുതെന്ന് നടൻ ആരാധകരോട് അഭ്യർത്ഥിച്ചിരുന്നു. നടൻ എന്നതിലുപരി സംവിധായകനും നിർമ്മാതാവും ഒക്കെയാണ് കമൽ ഹാസൻ. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് കമൽ ഹാസൻ വാർത്തകളുടെ തലക്കെട്ടുകളിൽ നിറയുന്നത്. 2 തവണ വിവാഹിതനും 1 തവണ ലിവിംഗ് റിലേഷനിലും ജീവിച്ച കമൽ ഇപ്പോൾ സിംഗിളായി ജീവിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ മക്കളും സിനിമയിൽ സജീവമായി. ഇപ്പോഴിതാ കമലഹാസന്റെ ഇളയ മകൾ അക്ഷര ഹാസൻ പിതാവിനെ കുറിച്ച് പറഞ്ഞ 10 കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. ഒരു കാലത്തെ മുൻനിരയിൽ നിറഞ്ഞു നിന്നിരുന്ന നടി സരിക കമൽഹാസന്റെ ഭാര്യയായിരുന്നു. ആദ്യ ഭാര്യ വാണി ഗണപതി ഉള്ളപ്പോൾ തന്നെയാണ് കമൽ സരികയുമായി അടുപ്പത്തിലാവുന്നത്. വിവാഹത്തിനു മുൻപ് തന്നെ ദമ്പതിമാർക്ക് മൂത്ത മകൾ ശ്രുതി ഹാസൻ ജനിച്ചു. ശേഷം ഇളയ മകൾ അക്ഷരയ്ക്കും ജന്മം കൊടുത്തു. ഇന്ന് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധേയമായ മുഖങ്ങളായി താരപുത്രിമാർ വളരുകയും ചെയ്തു. തമിഴിലും തെലുങ്കിലുമൊക്കെ ശ്രുതി സജീവമായി അഭിനയിക്കുകയാണെങ്കിലും അക്ഷരയുടെ കരിയർ ആരംഭിക്കുന്നതേ ഉള്ളൂ. അധികം വാർത്തകളിലൊന്നും നിറയാത്ത താരപുത്രി ജയ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ കരിയറിനെ പറ്റിയും പിതാവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുമൊക്കെ മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. വീട്ടിലെ ഇളയ പുത്രി ഞാനാണെങ്കിലും അതിന് പ്രത്യേക പരിഗണനയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും ചേച്ചി ശ്രുതി ഹാസനെയും അച്ഛൻ ഒരുപോലെയാണ് പരിഗണിച്ചിട്ടുള്ളത്. എന്ത് സാധനം വാങ്ങിയാലും രണ്ടാൾക്കും ഒരുപോലെ കിട്ടും. ശരിക്കും 2 കണ്ണുകൾ പോലെ ഒരേ പ്രാധാന്യം 2 പേർക്കും ലഭിച്ചിരുന്നു. ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് ആരുടെ കൂടെയാണെന്ന ചോദ്യത്തിന് പിതാവ് കമലഹാസൻ എന്ന ഉത്തരമാണ് അക്ഷര നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒത്തിരി വെല്ലുവിളികൾ തരുന്ന ആളാണ്. എന്റെ ജീവിതത്തിനും കരിയറിനും അഭിപ്രായങ്ങൾ പറയുന്നത് അച്ഛനും അമ്മയുമാണ്. അത്രയും ഉപദേശങ്ങളൊന്നും പറയുന്നവരല്ല. എങ്കിലും ഞാൻ പറഞ്ഞാൽ അതിനുള്ള മറുപടിയായി പറയും എന്നല്ലാതെ ഇങ്ങോട്ട് ഉപദേശം തരുന്നവരല്ല. സത്യസന്ധമായി വർക്ക് ചെയ്യണം. നമ്മുടെ 100% കൊടുക്കണം. അച്ചടക്കം ഉണ്ടാവണം. ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് അച്ഛൻ തങ്ങളോട് പറയാറുള്ളത്. അച്ഛന്റെ അടുത്ത് നിന്നും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന ചോദ്യത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അക്ഷര തിരിച്ചു ചോദിക്കുന്നു. മാതാപിതാക്കൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നില്ലെന്നും അക്ഷര പറയുന്നു. 1991 അക്ഷര ഹാസൻ ജനിക്കുന്നത്. താരപുത്രി എന്ന ലേബലിൽ തന്നെയാണ് അക്ഷര പ്രശസ്തിയിലേക്ക് എത്തുന്നത്. 2015 ഹിന്ദി സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. പിന്നീട് തമിഴിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇടയ്ക്ക് വെബ് സീരീസിലും അക്ഷര അഭിനയിച്ചെങ്കിലും അച്ഛനും സഹോദരിക്കും ലഭിച്ചതുപോലെ ഒരു സ്വീകാര്യത സിനിമാ ലോകത്തെ ഉണ്ടായില്ല.